പ്രകാശേട്ടനാണല്ലോ. ഇതെന്താ പതിവില്ലാത്തൊരു വിളി? ഹലോ പ്രകാശേട്ടാ, നീ എവിടെയാ? ഞാൻ വീട്ടിലാ. എന്തു പറ്റി? ഹരിത അടുത്തുണ്ടോ? ഇല്ല. എടാ, എന്തൊക്കെയാടാ നീ കാട്ടിക്കൂട്ടിയത്? എന്ത് കാട്ടിക്കൂട്ടിന്ന്? നീയും നിന്റെ അച്ഛൻ കൂടി വിനുവിനെ വീട്ടിൽ നിന്ന് ഉപദ്രവിച്ച് ഇറക്കിയില്ലേ? അത് പ്രകാശേട്ടാ. എടാ, ഞാൻ അച്ഛൻ അറിയാതെയാണ് വിനുവിനെ നിന്റെ വീട്ടിലേക്ക് അയച്ചത്. അപ്പൊ നീയും ഹരിതയും കൂടി ഒരു കാരണവുമില്ലാതെ അവനെ ആട്ടി ഇറക്കിയില്ലേ? വളരെ ബുദ്ധിമോശമായി പോയി. എന്ത് ബുദ്ധിമോശം? അയാൾ എന്റെ കരണം അടിച്ചു പൊടിച്ചപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. എടാ മനോജേ, ഏട്ടാ, എന്നെ വിനു അടിച്ചെന്നറിഞ്ഞപ്പോ ഹരിതയ്ക്ക് സഹിച്ചില്ല. എന്റെ ഭർത്താവിനെ അടിച്ചോന്ന് ചോദിച്ചാൽ അവൾ അങ്ങ് കൊടുത്തു. അയക്കേ അത് ആവശ്യമായിരുന്നു. എന്റെ ദേഹത്തെ കൈവച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് സദ്യ ഉണ്ണുന്നു. അയാളെ അടിച്ചതിലും ആക്ഷേപിച്ചതിലും ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. വെറുതെ വിവരക്കേട് പറയാതടാ. അച്ഛന് സ്വന്തം ആൺമക്കളെക്കാൾ ഇഷ്ടവും കൂറും വിനുവിനോടാ. ആ വിനുവിനെ ഹരിത തല്ലി എന്നറിഞ്ഞാൽ അച്ഛന് സുചിത്രയാണല്ലോ. ഹലോ മോളെ. അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ തുടങ്ങുമ്പോഴാ നിന്റെ വിളി. മാധവേട്ടൻ ഗുളിക കഴിച്ചോ മോളെ? ഇല്ല, അതിന് സമയമായില്ലല്ലോ അമ്മേ. അച്ഛന് ഗുളിക കൊടുത്തിട്ടേ ഞാൻ കിടക്കൂ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അമ്മ ഗുളിക കഴിച്ചോ? കഴിച്ചു. അക്കാര്യത്തിലൊക്കെ ജഗതിയും മീനാക്ഷിയും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് മോളെ. ജഗതി നിന്നെ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. പക്ഷേ ഹരിതയുടെ വീട്ടിൽ അമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊന്നും അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല. അമ്മ അക്കാര്യങ്ങളൊന്നും എന്നോട് പറയരുതെന്ന് വിലക്കിയിട്ടാവും. ഞാൻ വിലക്കിട്ടോ? അതിന് ഹരിതയുടെ വീട്ടിൽ എനിക്ക് കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ. എന്തിനാ അമ്മ ഒളിക്കുന്നത്? ഹരിത എനിക്ക് നന്നായിട്ട് അറിയില്ലേ. എച്ചൽ പാത്രം കഴുകാത്തതിന് ഞാൻ വഴക്കു പറഞ്ഞതിന്റെ വൈരാഗ്യമൊന്നും കെട്ടടങ്ങി കാണില്ല. എന്നെ സൗകര്യത്തിന് കിട്ടാത്തതുകൊണ്ട് കുറ്റപ്പെടുത്തലുകൾ മുഴുവൻ അമ്മയുടെ മേലായിരിക്കും അല്ലേ? വാക്കേറ്റല്ലാതെ ദേഹോപദ്രവം വല്ലതും ഉണ്ടോ അമ്മ? അമ്മ എന്തൊന്നും മിണ്ടാത്തത്? ഒന്നുമില്ല മോളെ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അമ്മ അവിടെ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അമ്മ വിഷമിക്കരുത്. എന്റെ കാര്യോർത്ത് നിങ്ങൾ ആരും വിഷമിക്കാതിരുന്ന മാത്രം. ഹലോ ഹലോ, ചാർജ് ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ ഫോൺ ഓഫായിന്ന് തോന്നുന്നു. തള്ളയുടെ കാര്യോർത്ത് ആരും വിഷമിക്കേണ്ടതാണല്ലോ കേട്ടത്. അല്ലെങ്കിൽ തന്നെ ആരാ തള്ളയോർത്ത് വിഷമിക്കുന്നേ? ആരാ വിളിച്ചേ? ചോദിച്ചത് കേട്ടില്ലേ? ഫോണിൽ ആരോടാ സംസാരിച്ചെന്ന്? അത് ആരാ വിളിച്ചതെന്ന്? സുചിത്ര. സുചിത്രയോ? ആ മഹാമാരണത്തിന് ഇവിടുത്തെ വൃത്താന്തങ്ങളൊന്നും അറിയാതെ ഉറക്കം വരുന്നില്ലേ? എന്തൊക്കെ വിഷമങ്ങളാ ആ നുണച്ചിയുടെ മുമ്പിൽ വിളമ്പി കൊടുത്തേ? ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല. ഗുളിക കഴിച്ചോന്ന് ചോദിച്ചു, കഴിച്ചോന്ന് മറുപടിയും പറഞ്ഞു. അപ്പൊ നിങ്ങക്ക് ഞാൻ ഇവിടെ ഗുളിക തരുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് നിങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്റെ പൊന്നുമോളെ, നീ എഴുതാപ്പുറം വായിക്കാതെ. നിന്റെ അന്നവും കഴിച്ചുകൊണ്ട് നിനക്കെതിരായി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിർത്ത്. ഒരു ശുദ്ധഗതിക്കാരി സത്യവതി വന്നിരിക്കുന്നു. കാൽ കാശിന് പോക്കില്ലാത്ത തല തിരിഞ്ഞ അഹങ്കാരിയ ആ സുചിത്ര. എന്റെ ആജന്മ ശത്രു. മേലിൽ അവള് വിളിച്ചാ ഫോൺ എടുക്കാൻ പാടില്ല. അവളെ അങ്ങോട്ട് വിളിക്കാനും പാടില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ വേണ്ട. ഈ സാധനം ഉണ്ടെങ്കിലല്ലേ കുത്തി വിളിക്കൂ. ഇതിന് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. അച്ഛാ, മരുന്ന് കഴിക്കണ്ടേ അച്ഛാ? ഞാൻ അതങ്ങ് മറന്നു. മറക്കൂന്നറിയാം.
ഓർമ്മിപ്പിച്ച് കഴിപ്പിക്കാൻ അമ്മ ഇവിടെ ഇല്ലല്ലോ. അമ്മ മരുന്ന് കഴിച്ചു കാണും എന്തോ. ഓർത്തു വെച്ച് മരുന്ന് കൊടുക്കാനൊന്നും ഹരിത മെനക്കെടില്ല. അച്ഛനെന്താ ഇത്ര ഗഹനമായിട്ട് ആലോചിക്കുന്നത്? അമ്മയെക്കുറിച്ചാണോ? അല്ലാതെ എന്താ ആലോചിക്കാനാ മോളെ? അല്ല, ഇപ്പൊ എന്താ അച്ഛൻ ആലോചിച്ചത്? നാളെ ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം, പിന്നെ 2 വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയ ദിവസം തന്നെ ചന്ദ്രുവിന്റെ കഴുത്തിൽ ആരും അറിയാതെ ഒരു താലിയും ചാർത്തി. രഹസ്യമായി ഞാൻ കെട്ടിയ താലിയുമായിട്ട് ചന്ദ്രു നടന്നു. പിന്നീട് വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞപ്പോഴാ ചന്ദ്രുവിനെ വിളിച്ചിറക്കി അമ്പലത്തിൽ കൊണ്ടുപോയി 10 പേരുടെ മുന്നിൽ വെച്ച് താലി കെട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയത്. കണ്ടുമുട്ടിയ നാളും മറക്കാതെ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. അതെ, 2 പേരും 2 വഴിക്കായില്ലേ. എന്നാലും ആ ഒളിച്ചോട്ടത്തിന്റെ ഓർമ്മകൾക്ക് ഇന്നും 10 മാറ്റാ. പ്രായമേറിയിട്ടും അച്ഛനമ്മയോടുള്ള പ്രണയത്തിന് ഇന്നും ഒരു കുറവും വന്നിട്ടില്ല. അത് അച്ഛന്റെയോ അമ്മയുടെയോ ക്വാളിറ്റി അല്ല, യഥാർത്ഥ പ്രണയത്തിന്റെ ശേഷിയാ. മനസ്സിലായി. നാളെ ആഘോഷിക്കണ്ടേ അച്ഛാ? അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആഘോഷിക്കാൻ പ്രകാശേട്ടൻ സമ്മതിക്കില്ല. അച്ഛനെ ഒന്ന് അങ്ങോട്ട് ക്ഷണിക്കാൻ മനോജ് സമ്മതിക്കും, പക്ഷേ ഹരിത സമ്മതിക്കില്ല. പിന്നെ എങ്ങനെ ആഘോഷം നടക്കുക? ആഘോഷമൊന്നും വേണ്ട മോളെ. വർഷം ഇല്ലാതായതോടെ വിക്രം ഈ കുടുംബത്തെ മറന്നു.